ഇക്കാര്യത്തിൽ അനിൽ ആന്റണിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. പി ജെ കുര്യന്റെയും ദല്ലാൽ നന്ദകുമാറിന്റെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അനിൽ ആന്റണി പ്രതികരിക്കുന്നത്. നന്ദകുമാറിനെ 2-3 തവണ കാണുന്നത് പി ജെ കുര്യൻ വഴിയാണ്. നന്ദകുമാർ ക്രിമിനലാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ കുര്യന്റെ ബുദ്ധിയാണെന്നും അനിൽ ആന്റണി ആരോപിച്ചു. പി ജെ കുര്യൻ കുതികാൽ വെട്ടിയെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തുന്നു. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ എ കെ ആന്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് എ കെ ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആന്റണിയും എ കെ ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഈ നന്ദകുമാറും അനിൽ ആന്റണിയും തമ്മിലുള്ള ഈ വാക്പോരിനിടയിലേക്ക് പി ജെ കുര്യൻ കൂടി കക്ഷി ചേർന്നിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ വിവാദത്തിന്റെ പോക്ക്? ലിബീഷ്, വളരെ പൊടുന്നനെയാണ് പത്തനംതിട്ട രാഷ്ട്രീയത്തിൽ ഒരു മലക്കം മറിച്ചിലും ഒരു രാഷ്ട്രീയ കലങ്ങിമറിച്ചിലും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. ദല്ലാൽ നന്ദകുമാറാണ് ആദ്യഘട്ടത്തിൽ കോഴ ആരോപണവുമായി രംഗത്തെത്തുന്നത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി കോഴ വാങ്ങി എന്നുള്ള ഒരു വലിയ ആരോപണം മുന്നോട്ട് വെച്ചു. അതിന് തൊട്ടു പിന്നാലെ അയാൾ ഒരാളുടെ പേര് കൂടി ചേർത്ത് പിടിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാമെന്നും പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പി ജെ കുര്യൻ ഇടപെട്ടു എന്നുമായിരുന്നു അന്ന് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ആരോപണം പാടെ നിരസിക്കുകയാണ് അനിൽ ആന്റണി. അദ്ദേഹം BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയാണ് അനിൽ ആന്റണി ചെയ്തത്. ഇതേ തുടർന്ന് ഈ ദല്ലാൽ നന്ദകുമാറിനെ അറിയാമെന്നും പല സഹായങ്ങൾക്കായി ദല്ലാൽ നന്ദകുമാർ തന്നോട് ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ അനിൽ ആന്റണി പറയുന്നുണ്ടെങ്കിലും കോഴ വിവാദം പരസ്യമായി അദ്ദേഹം നിരസിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയാണ് പി ജെ കുര്യൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഇടപാട് നടന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ പൈസ മടക്കി നൽകുന്നതിന് വേണ്ടി പല പ്രാവശ്യമായി പി ജെ കുര്യൻ അനിൽ ആന്റണിയോടും ഒപ്പം അനിൽ ആന്റണിയുടെ പിതാവ് ആന്റണിയോടും സംസാരിച്ചിരുന്നുവെന്നും ഒക്കെ ഉള്ള തരത്തിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇതേ തുടർന്നാണ് വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് ഒരു പടി കൂടി മുന്നോട്ടെത്തിയാണ് അനിൽ ആന്റണി മറുപടി നൽകിയിരിക്കുന്നത്. കാരണം പലപ്പോഴായി കെ കരുണാകരനെയും ഒപ്പം മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ, എ കെ ആന്റണി, ഒപ്പം ഉമ്മൻചാണ്ടി എന്നിവരെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി ചരട് വലിച്ചത് പി ജെ കുര്യനാണ് എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. ചതിയനാണെന്നാണ് അദ്ദേഹം പറയുന്നത്, അനിൽ ആന്റണി പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ഈ പലതരത്തിലുള്ള ഇടപെടലുകൾ പി ജെ കുര്യൻ നടത്തുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറും പി ജെ കുര്യൻ തമ്മിൽ ചില ഇടപാടുകളും അത് ചില കേസുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. അത് പി ജെ കുര്യനെതിരെ വന്നിട്ട് ചില കേസുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നന്ദകുമാർ ഇടപെട്ട തരത്തിലേക്കും അനിൽ ആന്റണി പറഞ്ഞു വെച്ചത്. തൊട്ടു പിന്നാലെയാണ് വലിയ തരത്തിലുള്ള ഒരു ആരോപണം അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്കെതിരെ അനിൽ ആന്റണി പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം മേലുകാവ് എന്നുള്ള സഹകരണ ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ വലിയ തരത്തിൽ ഏകദേശം 12 കോടിയോളം രൂപ ഒരു വായ്പ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന തരത്തിലേക്ക് ഉള്ള ആരോപണം വന്നിരിക്കുന്നു. ഇത്തരത്തിൽ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും ആന്റോ ആന്റണിയും സഹോദരനും ചേർന്ന് വായ്പ വ്യാജ രേഖകളും മറ്റും ഹാജരാക്കി അല്ലെങ്കിൽ അനധികൃതമായ തരത്തിൽ വായ്പ തട്ടിയെടുക്കുന്ന തരത്തിലേക്കും ആരോപണങ്ങൾ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഒരു പക്ഷേ നന്നായി മുതലെടുക്കുവാൻ CPM തയ്യാറെടുക്കുമെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം കിട്ടിയ അവസരങ്ങൾ നന്നായി മുതലെടുക്കുവാൻ LDF അവിടെ ശ്രമിക്കും. കാരണം LDFന് ആ സീറ്റ് പിടിച്ചെടുക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമായ ഘടകമാണ്. എന്നാൽ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അനിൽ ആന്റണി പറയുമ്പോഴും ഇതിന് മറുപടിയായി ആരും തന്നെ ഇതുവരെയായും നിലവിൽ വന്നിട്ടില്ല. കാരണം ഏറ്റവും അവസാനം ഏറ്റവും വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആന്റോ ആന്റണിക്കും, അതായത് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി ആയ ആന്റോ ആന്റണിക്കും ഒപ്പം പി ജെ കുര്യനും എതിരെയാണ്. ഈ ആരോപണങ്ങൾക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ മറുപടിയുമായി ഇരു നേതാക്കളും രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ലതീഷ്.